എന്റെ തൊലി ഉരിയുന്ന അല്ലാതെ ഞാൻ അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു സങ്കടവും കാണുന്നില്ല. എന്നാ പിന്നെ നാളെ തൊട്ട് ചേച്ചി കുളിച്ച് കുറിയും തൊട്ട് മറ്റേ പട്ടുസാരി എടുത്ത് വന്നിരുന്നിട്ട് പുസ്തകം തുറന്നു വെച്ച് നാമം ജപിക്കുക. അപ്പൊ ഞാനും നീ ഒന്നും പ്രതിബദ്ധത വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, എനിക്കറിയാം, നിനക്കറിയാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രേണുസുതിയാണ് നമ്മുടെ കോണ്ടന്റ്. പുതിയൊരു അപരാധം വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു അപരാധം കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ചു നോക്കും. ബിക്കോസ് കണ്ടന്റ് ഈസ് രേണുസുതി. ചിലർക്ക് ഇത് കാണും തന്നെ ചതുർത്ഥിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അപരാധമാണ്, വിട്ടോ എന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് പോകോ, സ്കിപ്പ് അടിച്ചോ. രേണുസുതിയുടെ അപരാധങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. രേണുസുതി എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. പ്രിയ സുഹൃത്തുക്കളെ, അതുല്യ കരുണാകരനായിട്ടുള്ള കൊല്ലം സുധിയുടെ മരിച്ചുപോയ വൈഫ് രേണുസുതി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. എന്താണെന്ന് അറിയത്തില്ല, ഇത്രയും നാളുകൾ ആരും തുടങ്ങാത്ത ഒരു തള്ളിക്കയറ്റവും ഒരു എക്സ്ക്ലൂസിവിറ്റിയും രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷന് കിട്ടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ചെന്നാൽ അവിടെ ചർച്ചാ വിഷയം രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ, ഇൻസ്റ്റാഗ്രാമിൽ ചെന്നാൽ, യൂട്യൂബിൽ ചെന്നാൽ എവിടെയും രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എന്താണ് രേണുസുതിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ? പാവപ്പെട്ട ഒരു വിധവേ സ്ത്രീ എല്ലാം സുധിചേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനിലോട്ട് പോവാം. നിങ്ങൾക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്തായിരിക്കും എന്ന്. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡെയിലി സബ്സ്ക്രൈബേഴ്സ് ഉള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിനകത്ത് ഇടുന്ന പോസ്റ്റുകൾ, ആ ഒരു സെക്ഷനിൽ ഇടുന്ന പോസ്റ്റുകൾ കാണണമെങ്കിൽ പൈസ കൊടുക്കണം ഗൈസ്. വെറുതെ പോയിരുന്ന് നമ്മൾ റീൽ കാണുന്ന പോലെ കാണാൻ പറ്റത്തില്ല. എക്സ്ക്ലൂസീവ് സാധനങ്ങളായിരിക്കും അവിടെ ഇടുന്നത്. മനസ്സിലായല്ലോ എന്തായിരിക്കും എന്ന്. അപ്പം ഒരു ഡെമോ പോലെ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഡെമോ പോലെ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവാണ്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരു ഡെമോ സാധനം ഇട്ടായിരുന്നു. ഓക്കെ, ആ ഡെമോ വീഡിയോ നമുക്കൊന്ന് കാണാം ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറെ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എന്റെ എന്താ ഇത്ര വൈകി? ആളുകൾ കണ്ണിന് മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പാപ്പന്മാര് വരിയായി, ഒട്ടകങ്ങൾ വരിയായി നിൽക്കുന്ന പോലെ അപ്പാപ്പന്മാര് വരിയായിട്ട് നിൽക്കുവാണ്. ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ ആൾക്കാർ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയായി. ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ തിരക്കായത് കൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. ബാക്കി പറയൂ. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. അതറിഞ്ഞാ മതി. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റൊക്കെ തരുന്നതായിരിക്കും എന്നാണ് ചേച്ചി. മനസ്സിലായാലും എക്സ്ക്ലൂസീവ് എന്താണെന്ന്. അതിപ്പോ ലീക്കായി, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ബാക്കി പറയിച്ചു, അയ്യോ കയ്യിൽ നിന്ന് ഫോൺ വരെ പോകുന്നു. ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് കാരണമായിരിക്കും. ടൈമുള്ള പോലെ. സോ എൻ്റെ എല്ലാം ടൈമുള്ള പോലെ എക്സ്ക്ലൂസീവ് ഉള്ളു കേട്ടോ. ചടിക്കറിനൊക്കെ എപ്പോഴും നിങ്ങൾ എക്സ്ക്ലൂസീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ബുദ്ധിമുട്ടിക്കല്ലേ. ടൈമുള്ളപ്പോഴേ ചേച്ചി എക്സ്ക്ലൂസീവ് തരത്തുള്ളൂ. ഓക്കെ, കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ്. അയ്യോ, വൈകിട്ടൊന്നുമില്ല, കറക്റ്റ് സമയമാണ് ചേച്ചി. ഇച്ചിരി വൈകിട്ടാണെങ്കിലും നല്ല വന്നാൽ മതിയോ, വൈകിട്ടൊന്നുമില്ല വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ എൻ്റെ ഒരു 10-15 ഫ്രണ്ട്സിന് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ രേണുസുതി സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചന്ദ്രിക സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇപ്പൊ നമ്മുടെ അറിയാവുന്ന കുറെ ആൾക്കാർ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച് രേണുസുതി. അപ്പം ഇതാണ് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ടീസർ. ഇത് കണ്ട് അതായത് ഇതിനകത്ത് തന്നെ ചേച്ചി കുറെ ക്ലൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ക്ലൂവും തന്നതെന്ന്. ഓക്കെ, ഇനി എന്താണ് സബ്സ്ക്രിപ്ഷൻ, ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് നോക്കാം. ഓക്കെ, 180 രൂപ മാസം. ഇതുവരെ 1222 സബ്സ്ക്രൈബേഴ്സ്. കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്താൽ ഇതൊക്കെ കാണാൻ പറ്റത്തില്ല. കണ്ടാണ്ട് ഇങ്ങനെയൊക്കെ പുറത്തോടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിയുടെ സാധനം കാണാൻ പറ്റും. ഇതുവരെ 22 സ്റ്റോറീസ്, ഒരു പോസ്റ്റ്, 3 റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. 150 രൂപ, 1222 രൂപ. 1222 രൂപ, 172 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര നോക്കട്ടെ. 1222 പേര് ഇൻറ്റു 180 റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2,50,000
219,000 രൂപയാണ് ഗൈസ് ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്നത്. ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ ഒരു ഇവന്മാരുടെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഒരു 30% കുറച്ച് കഴിഞ്ഞാൽ തന്നെ -30 1,53,000 രൂപ വരും കിട്ടും. ഏറ്റവും കുറഞ്ഞത് 1,53,000. ഒരു 15-30% വരെയൊക്കെയാണ് ഒരു പ്ലാറ്റ്ഫോം ഫീ. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എടുക്കാറില്ല, ഈ ആപ്പിന്റെ ഒക്കെ എന്താ ഒരു സാധനം വരും. അത് കൂടുതൽ നമുക്ക് അറിയത്തൊന്നുമില്ല, എന്തോ വരും, എന്തെങ്കിലും കുറെ ഫീ ഉണ്ടാവുമല്ലോ. അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെയും 1.5 ലക്ഷം രൂപ 122 പേരിൽ നിന്ന് 1222 പേരിൽ നിന്ന് ചേച്ചി കിട്ടും. തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കുത്തഴക്കാണ് സബ്സ്ക്രൈബേഴ്സിന്റെ. ഇത് രേണുസുതി മാത്രമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ 2 സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ, സോറി, ഈ പറയുന്ന എക്സ്ക്ലൂസീവ് വിറ്റ് ജീവിക്കുന്ന 2-3 ടീംസിനെ ഞാൻ കാണിച്ചു തരാം. അവരെയും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ചേച്ചിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സ്റ്റോറീസ് ഓഫ് സാറ പലതരത്തിലുള്ള നമ്മുടെ ആദ്യം റിവ്യൂ ആണ് കാണിച്ച് സിനിമയുടെ ഒക്കെ റിവ്യൂ കാണിച്ച് തുടങ്ങിയ ചേച്ചിയാണ്. ചേച്ചി ആക്ച്വലി റിവ്യൂ ഒന്നും പറഞ്ഞു തന്നിട്ട് റിവ്യൂ അല്ല കാണിക്കുന്നത്, അല്ല പറയുന്നത് വേറെ കാര്യങ്ങളാണ്. പിന്നെ ചേച്ചി ആദ്യം തൊട്ടേ ആ ഒരു ലൈൻ പിടിച്ചതുകൊണ്ട് ചേച്ചിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കാം. ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി ഉണ്ട് 390. രേണു ചേച്ചി സോ ചീപ്പ് ഗൈസ്. രേണു ചേച്ചി ചീപ്പാണ്. ഇതിന് 390 രൂപ. എന്തുവാ 390 രൂപയ്ക്ക് ഇതിന് എന്തിരിക്കുന്നത്? ഈ നിഴല് കാണുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേച്ചിയുടെ രേണു ചേച്ചി ഇത്രയൊന്നും ഇല്ല. ഇനി രേണു ചേച്ചിയുടെ ലെവൽ കൂടുന്നതനുസരിച്ച് ഈ 180 എന്നുള്ളത് ചേച്ചി ഇനിയും കൂട്ടും. ഇത് 390 രൂപ വെച്ചിട്ട് 7,521 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റോറീസ് ഓഫ് സാറേ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ. എത്ര? 390 × 7,521. എന്റെ പൊന്നെ 29 ലക്ഷം രൂപ. അടിപൊളി. 29 ലക്ഷം രൂപയാണ് ചേച്ചി സബ്സ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കുന്നത്. ഇതുമല്ല, ഇതിനെയും കടത്തി വെട്ടിയ വേറൊരെണ്ണവും കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അശ്വനി, പർപ്പിൾ ഹാലക്കോണോ ഹാൽസിയോണോ അങ്ങനെ എന്തോ ആണ്. ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടാണ് ഞാൻ ഞെട്ടുന്നത്. നമ്മളിതിനകത്തൊന്നും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞു. എന്നെ സബ്സ്ക്രൈബ് എന്നും പറഞ്ഞ് വന്നേക്കല്ലേ. സബ്സ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ 390 രൂപ. ചേച്ചിയും 390 രൂപയാണ്. രേണു ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ ഇച്ചിരി ചീപ്പായിട്ടുള്ള പരിപാടി. രേണു ചേച്ചി എപ്പോഴും ലോക്കൽ സെറ്റപ്പ് അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സബ്സ്ക്രിപ്ഷനാണ്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ടും രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ വെറും 180 രൂപയ്ക്ക് ചേച്ചി നൽകുന്നു. കണ്ട് ഇപ്പം ഇതുപോലുള്ള ബൂർഷ ആളുകൾ 390-380 രൂപയ്ക്കാണ് സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. അത് ഭയങ്കര കൊള്ള ലാഭമാണ്. ചേച്ചിയുടെയും ആ ഒരു ലെവൽ, നിങ്ങൾ ആ ഒരു ബ്ലറായിട്ടുള്ള സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. രേണു ചേച്ചി ആ ഒരു ലെവലിലോട്ട് പോയിട്ടില്ല. ഇനിയും പോകുന്നതനുസരിച്ച് പൈസയുടെ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 9,260 രൂപയാണ് ഇവരുടെ ഇത്. നമുക്ക് അതും നോക്കാം. 9,260 നോക്കുമ്പോഴത്തേക്ക് 36 ലക്ഷം രൂപ. എൻ്റെ പടച്ചോനെ, എന്ത് പരിപാടിക്ക് പോയി കിട്ടും? വഴിയേരിയ നിന്നാൽ പോലും ഇത്രയും കിട്ടത്തില്ലല്ലോ. ഇത് നോക്ക് നിങ്ങൾ. 4 ഫോട്ടോ ഇട്ടിട്ടാണ് ഇതാണ്ട് ഈ പരിപാടി. ഫോട്ടോ സ്റ്റോറീസ് അവർ മറ്റേ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്, വേറെ ലെവൽ സാധനങ്ങളൊക്കെയാണ് അവരിടുന്നത്. ആൻഡ് ഇവരുടെ ഇന്നത്തെ സ്റ്റോറി ഒന്ന് കാണണം കേട്ടോ, ഭയങ്കര കോമഡിയാണ്. ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ്റെ 1-2 സ്റ്റോറീസ് ഞാൻ കണ്ടപ്പോൾ ആ ഒരു ലെവൽ കാണുന്ന മനസ്സിലാവുമല്ലോ എന്തായിരിക്കും ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അടുത്ത സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചി ഒരു രക്ഷയില്ല, ചേച്ചിയുടെ സബ് തീ തന്നെ, ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ ലാസ്റ്റ് ഇട്ടല്ലയോ, അത് സൂപ്പർ ചേച്ചി. കാട്ടുതീ, കാട്ടുതീ പറന്ന് കാണും അവിടുന്ന്. എൻ്റെ പൊന്ന് ചേച്ചി, ലാസ്റ്റ് ഇട്ട എന്തുവാ, സബ് പോലും തോറ്റുപോകും. എൻ്റെ പൊന്നോ, സബ് മുതലായി. ഇപ്പം 390 രൂപയ്ക്ക് കാണുന്ന ആൾക്കാരുടെ റിവ്യൂ ആണ്. ബിസിനസ് വരൂ, 390 രൂപയ്ക്ക് കാണൂ, പുളകിതനാകൂ എന്നുള്ള ചേച്ചി ബിസിനസ്. ഇത് ഇതെടുത്തില്ലേ നഷ്ടമായേനെ. എന്തൊരു പ്രൊമോഷനാണേ. ആ ഫേസ് കൂടി ഉണ്ടേൽ ചേച്ചി എന്തോ ഇതിനകത്ത്. ഈ ഇൻസ്റ്റഗ്രാമിന് ഒരു സംഭവമാണെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. ചേച്ചി ആ ലിമിറ്റേഷനും ക്രോസ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ക്യാമറാമാൻ്റെ ഒക്കെ ഒരു യോഗം. ചേച്ചി ഭയങ്കര സപ്പോർട്ടീവാണ്. അതിനടി കൊടുത്തേക്ക് നിനക്കില്ലേ അപ്പോൾ ഭാഗ്യം, നിങ്ങളും പൊളിക്കുമല്ലേ. എന്തൊരു ഇത് നോക്കണേ ഗൈസ്. ഒരു സബ്സ്ക്രൈബേഴ്സിനോടുള്ള ഒരു ഇത്. ഇന്നത്തെ സബ്സ്ക്രൈബേഴ്സ് സൂപ്പർ ഒരു റിപ്ലൈ തരുമ്പോ, ഇപ്പോഴാടാ മെസ്സേജ് കണ്ടത്, പൊളിക്കണ്ട, നമുക്കിത് നമ്മുടെ ഫാമിലി. എൻ്റെ പൊന്നെ, ഈ അപരാധത്തിനെയാണോ ഫാമിലി എന്ന് വിളിക്കുന്നത്? അയ്യോ,
അടുത്തത് പൊളി സബ്സ്ക്രിപ്ഷൻ വർത്ത്. അന്നേരം ചേച്ചി ഇതുപോലെ അങ്ങ് ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോക്കുവാണ്. ഇത് കണ്ടില്ലയോ, പുളിക്ക് മുത്തേ, താങ്ക് യു മുത്തേ, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ പൊളി സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി 36 ലക്ഷം രൂപയാണ് സബ്സ്ക്രിപ്ഷന്റെ പേരിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഭയങ്കര മാർക്കറ്റ്. എന്ത് ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ രേണുസുതി ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. രേണുസുതിയൊക്കെ എന്ത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ്. ഇവന്മാർ ഈ മഹാഭാവി യൂട്യൂബേഴ്സ് ചേച്ചിയെ കൊണ്ട് ഇത്രയും ഇതും പോരാഞ്ഞിട്ട് ഈ പാവപ്പെട്ട സ്ത്രീയായ നമ്മുടെ രേണു ചേച്ചി എടുത്ത് ഇവന്മാർ ചെയ്ത കൊലച്ചതി എന്താണ് നിങ്ങൾ കേൾക്കണം. ഈ ചേച്ചി ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഈ കഞ്ഞൊടിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇവന്മാർ ഈ വീഡിയോ ഇതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങ് പബ്ലിക്കാക്കി. ഇവന്മാർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഇവന്മാർ പബ്ലിക്കായിട്ട് എടുത്ത് അങ്ങ് ഇടുകയാണ്. രേണു ചേച്ചിയുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ചീപ്പായിട്ട് 150 രൂപയ്ക്ക് ചേച്ചി സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്ത് പരിപാടിയാണ് ഇവന്മാർ കാണിക്കുന്നത്? ഇത് ആദ്യമേ ഈ മറ്റേ രേണുസുതി ചേച്ചി ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ അങ്ങ് മാറ്റിയിട്ട് ഞാനാണ് ഇനി മൊത്തം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. എന്നിട്ടാണ് ഇവന്മാർ ഈ പരിപാടി കാണിക്കുന്നത്. ചേച്ചി അതിന് ഭയങ്കര വിഷമത്തോടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകാൻ. ബട്ട് നമുക്ക് ആ ചേച്ചിയുടെ ഒരു വിഷമം നമുക്കൊന്ന് കാണാം ഗൈസ്. ഭയങ്കര മോശം പരിപാടി കേട്ടോ കാണിച്ചവന്മാർ. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരോ? ചേച്ചി അങ്ങനല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട്. അവന്മാര് ഈ സ്നേഹിക്കുന്നവരൊന്നും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല എൻ്റെ പൊന്നു ചേച്ചി. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്ക്. എന്ത് ദുരവസ്ഥയാണ്. നമ്മൾ എന്തൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. എങ്ങനെങ്കിലും ആ ക്ലീവേജും വയറും ഒക്കെ ഒന്ന് കാണിച്ച് കുറച്ച് 4 പൈസ എങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പൊന്മാർ സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ്. നാണുണ്ടോ നിനക്കൊക്കെ? എനിക്കത് മനസ്സിലാവാത്ത. ഒന്നുമില്ല, അവരൊരു വിധവേ ഇല്ലയോ? അതുൽ കലാകാരൻ കൊല്ല സുധിച്ചേട്ടന്റെ ഭാര്യ ഇല്ലയോ? അതിന്റെ ഒരു മാന്യത നിനക്ക് കാണിച്ചു വിടറാ. മോശം പരിപാടി എന്ന് പറയാനല്ലാതെ. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാടാ ചേച്ചി എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്? എന്തൊരു കഷ്ടമാടാ. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം പോണം ചേച്ചി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ അവന്മാരെ അങ്ങ് വിടാൻ പാടില്ല. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മെറ്റ പോലും വിചാരിച്ച് കാണത്തില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന്. സാധാരണ മെറ്റ ഈ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സാധനമൊക്കെ നല്ല കാര്യങ്ങൾക്ക് എന്തോ അവർ പടച്ചുവിട്ട സാധനമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള അപരാധികളെല്ലാം കൂടെ ഇതൊരു തുണ്ട് സാധനമായിട്ട് അങ്ങ് മാറ്റി. നേരത്തെ കാണിച്ചല്ലോ, പൈസ അത് വിറ്റാലേ പരിപാടി നടക്കത്തുള്ളൂ, അത് വേറെ കാര്യം. മറ്റേ നോക്കുമ്പോൾ എന്താണ്, ലോട്ടറി നമ്മൾ വിചാരിക്കാത്ത രീതിയിലോട്ട് സാധനം ഇന്ത്യക്കാർ വളർത്തുന്നുണ്ട്. മറ്റേ ഇത് ഒൺലി ഫാൻസ് സാധനം ഇപ്പം ഇൻസ്റ്റയ്ക്കകത്ത് എത്തിയ പോലെയാണ്. ഇൻസ്റ്റ കുറച്ചും കൂടെ ഒന്ന് ലിബറൽ ആക്കുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് തുണി അഴിച്ചാടുന്ന തുണ്ട് സാധനമായിട്ട് ഇൻസ്റ്റ മാറും. നിങ്ങൾ പോളിസി ഇപ്പോഴും കടുപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് ഇത് സാധനം ഇങ്ങനെ നിൽക്കുന്നത്. ഇവർക്ക് ഇനി തുണി അഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇൻസ്റ്റയിൽ ഈ സബ്സ്ക്രിപ്ഷനകത്ത്, മനസ്സിലായോ? എന്നിട്ട് പലരും ഇപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇവരൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങും. ടെലിഗ്രാം ചാനലിലോട്ട് അങ്ങ് വിളിക്കും, ഇവിടെ ഇതിനകത്ത് ഇത്രേ എനിക്ക് പറ്റത്തുള്ളൂ. ടെലിഗ്രാം ചാനലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ഷോ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനലിലോട്ട് പൈസ മേടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടി. എന്തൊരു കുഞ്ഞിക്കിളി എന്നും കണ്ടു പറയുന്ന ഒരുത്തി ഇങ്ങനെ അത് കിടന്ന് ചലിക്കുന്ന കണ്ടായിരുന്നു. ചേച്ചി പറയാനുള്ള ബാക്കി നോക്കാം ഗൈസ്. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത്, മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. അതാണ് ചേച്ചിയെ ബാധിക്കത്തില്ലയോ? പിന്നെ ഈ പൈസ കൊടുത്ത് കാണുന്നമായിരുന്നു മണ്ടന്മാരോ? നീമാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ 150 രൂപ മോശമാടാ. വളരെ ചീപ്പായിട്ട് ചേച്ചി സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യാൻ പാടില്ല. പാവം ജീവിച്ചു പോട്ടറാ. ചേച്ചി കേസ് കൊടുക്കണം ചേച്ചി. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതിന്റെ ഒരു മാന്യത കാണിക്കടാ. എന്തോരം കണ്ടന്റാണ് നിനക്കൊക്കെ ചേച്ചി. അതുലും വിവിയൊക്കെ ഇവരെ കൊണ്ടാണ് കഞ്ഞി കുടിച്ചു പോകുന്നത് തന്നെ. എന്നിട്ടും അവന്മാരൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? മോശം കേട്ടോ, വളരെ മോശം.
അതെടുക്കാൻ മേലെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക, അപ്പൊ വിവരം അറിയാം. അപ്പൊ അതാണ്, വേറെ ആരുടെയും ഉമ്മാർക്കൊന്നും വേണ്ട, രേണു ചേച്ചിയുടെ മാത്രം മതിയെന്നേ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ലേ ചേച്ചിയുടെ അത്രയും ഫെയിം ഒന്നും ഈ വലിയ വലിയ സെലിബ്രിറ്റീസിന് ഇല്ല. ഈ ചേച്ചിയുടെ അപരാധത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ചേച്ചിയെ ഇങ്ങനെ അപരാധിക്കുന്ന കാണുമ്പോൾ ഈ പ്രത്യേക ആ ഫാൻ ബേസ് ഭയങ്കര വ്യൂവർഷിപ്പ് കിട്ടും. അതാണ് മനസ്സിലായോ. ചേച്ചിയുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഉമ്മാര് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുത് ചേച്ചി. ഇതിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിക്കണം. ഓക്കെ, ഫുൾ സപ്പോർട്ട്. എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ മെക്കെട്ട് മാത്രം. അതാണ്, ഒരു വിധവയായതിന്റെ പേരിലാണോ അവരുടെ മെക്കെട്ട് ഇങ്ങനെ കയറുന്നത്? അവരൊന്നുമില്ലല്ലോ, ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അവരിങ്ങനെ ദ്രോഹിക്കാതെ. പാവം ചേച്ചി ആ ഒരു വിഷമം കണ്ടില്ലോ, ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ലീക്ക് ആവുന്നതിന്റെ വിഷമം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ ലീക്കായി പോകുമ്പോൾ ആർക്കായാലും സഹിക്കാൻ പറ്റൂടാ. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നത്. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കൊടുക്കണം ചേച്ചി, അത് അത്യാവശ്യമാണ്. ഇത് ഇവന്മാർക്കെതിരെ ഈ പരിപാടി കാണിക്കുന്ന ഇവന്മാർക്കെതിരെ കേസ് കൊടുക്കണം, ഉറപ്പായിട്ടും കൊടുക്കണം. അല്ല ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് പരാതിക്കകത്ത് എഴുതുന്നേ? ഞാൻ ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അതിനകത്ത് ക്ലീവേജും വയറും കാണിക്കുന്നുണ്ടായിരുന്നു. ക്ലീവേജും വയറും ലീക്കായി. അല്ല അന്നേരം അത് എന്തോന്നും പറഞ്ഞ് അത് കേസ് എടുക്കുമോ അവര്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സാധനം അത്, അല്ലെങ്കിൽ പൈറസി കോപ്പിറൈറ്റ് ആ സാധനം വെച്ചിട്ട് വല്ലതും കൊടുക്കാം, വല്ല വകുപ്പുണ്ടോ? ഒന്ന് കൊടുത്ത് നോക്കുക കേട്ടോ, ചിലപ്പോൾ എടുക്കുമായിരിക്കും. പോലീസുകാരെയും കൂടെ കാണിച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സാർ, ഇച്ചിരി ക്ലീവേജ് കാണിച്ചിട്ടുണ്ട്, അതാണ് ഇവന്മാർ എടുത്തുകൊണ്ട് പോകുന്നത് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതിന് മനസ്സിലായിക്കോളും. ആണെങ്കിൽ പോലീസുകാർക്ക് കൂടി 2 സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ടും കൊടുത്തു കൈക്കൂലിയായിട്ട്. ഇത് നമുക്ക് ആഞ്ഞടിക്കണം ഇതിനെതിരെ, എന്നാലേ ശരിയാവത്തുള്ളൂ. ആർക്കും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആർക്കും ഈ ഒരു നെറുകേട് ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത് ചേച്ചി. ഈ ഒരു മൂവ്മെന്റിന് ഒരു തുടക്കം നൽകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്, മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അതാണ് ഈ സബ്സ്ക്രിപ്ഷൻ മെറ്റ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാലേ വടയും ചായയുടെ ഒക്കെ ഒരു എക്സ്ക്ലൂസിവിറ്റി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ ചേച്ചിക്കും കൊടുത്താണ്, ചേച്ചിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഈ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുന്നത്. ഈ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. തങ്കം സാർ, അവർ തങ്കം സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെച്ച് നീ കണ്ടോന്ന്. തങ്കപ്പെടാ, ഇത്രയും തങ്കപ്പെട്ട ചേച്ചിയാന്നോടാ നീയൊക്കെ ഇങ്ങനെ അപരാധിക്കുന്നത്. ഇത്രയും തങ്കപ്പെട്ട ചേച്ചി ആരെങ്കിലും പറ, നീ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെച്ച് നിങ്ങൾ സൂചിച്ചോന്ന് ആരെങ്കിലും പറയുമോ? എന്നിട്ട് സത്യം എനിക്ക് ഇവരുടെ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ലീക്കായി പോകുന്നത്, അതിന്റെ ഒരു ഇതാണ് കാണുന്നത്. കഷ്ടം, വളരെ മോശം പരിപാടി അവന്മാർ കാണിക്കുന്നത്. പബ്ലിക് ആക്കുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ, നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീക്കം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ, മനസ്സിലായോ? ചേച്ചി ഉറപ്പായിട്ടും കൊടുക്കണം. ഇല്ല മനു എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്, അവനാണ് ഇത് സാധനം ഇവിടെ എല്ലാം ഇതാക്കിയത്. ഇവിടെ എല്ലാം അവനെ വിളിച്ച് 4 വർത്താനം പറയണം. ഇത് വർത്താനം പറയാതെ ഈ പരിപാടി. ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അവനെ വിളിച്ച് 4 ചേച്ചിക്ക് വേണ്ടി വർത്താനം ഞാൻ പറയും. ചേച്ചി അവനെ വിളിച്ച് 4 വർത്താനം. 1 മിനിറ്റ്. നീ എന്നുള്ള രേണുസുതിയുടെ വീഡിയോ പബ്ലിക് ആക്കിയത്? പാവപ്പെട്ട ചേച്ചി ഉണ്ടാക്കിയ സാധനം. പാവപ്പെട്ട ചേച്ചി എന്ത് ചെയ്ത സാധനം? എടാ, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർക്ക് വേണ്ടി വെറും 180 രൂപയ്ക്ക് എക്സ്ക്ലൂസീവ്, വളരെ ഇത്രയും ചീപ്പായിട്ട് എക്സ്ക്ലൂസീവ് ഇൻസ്റ്റലിടുന്ന ആരുണ്ട് വേറെ? നിനക്കൊക്കെ ബോധമില്ലടാ. കഷ്ടപ്പെട്ട് പാവത്തങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് സാധനം തുടങ്ങിയോ അവനൊക്കെ എടുത്ത് അത് പബ്ലിക് ആക്കാൻ പോയിരിക്കുന്നത് മോശം പരിപാടിയാണ് മനു നീ കാണിച്ചത്. വളരെ മോശം പരിപാടി. പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണമായിരുന്നു, പൈസ മേടിച്ചിട്ടല്ല കൊടുക്കേണ്ടത്. അത് ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ സാധനം, എല്ലാവരും റേഷൻ കടയിൽ പോയി സാധനം മേടിക്കുന്നുണ്ടോ? സാധനം മേടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ വീട്ടിൽ ഇരുന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടെ കൊടുക്കുന്നത്. എന്നാ പിന്നെ അവർ ആദ്യം തുടങ്ങിയ 49 രൂപ തന്നെ നിർത്തണമായിരുന്നു. എന്തിനിങ്ങനെ കൂട്ടി വന്നു? നാളുകളിൽ ഇത് ഒരു 3000 രൂപയിലേക്ക് വരെ കയറി പോകും. ഒരുപാട് ആൾക്ക് കഴിഞ്ഞ വയ്യാത്ത അടക്കുന്ന അപ്പാപ്പന്മാരൊക്കെ എണീറ്റ് ഓടേണ്ടി വരുവാണ്. നീന്തൽ മനസ്സിലാക്കാത്തത്. മനസ്സിലാക്കാം. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരി നീ അത് കണ്ടിട്ട് എന്ത് ആരാണ് വഴിതെറ്റുന്നത്? അത് കണ്ടിട്ട് അത് പറ.
അത് കണ്ടിട്ട് വഴിതെറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ആൾക്കാര് ജോലി പണിയെടുക്കാതെ ദേഹം വിയർക്കാതെ എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. നാളെ ഇത് കാണുന്ന ഇപ്പൊ മൊത്തം വരട്ടെ പണിയെടുക്കുന്നേ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്യാതെ. അപ്പൊ രേണു ഇതേപോലത്തെ സാധനങ്ങൾ ഇടുമ്പോ പുള്ളിക്കാരി 3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻഫ്ലുവൻസർ ആണ്. ഈ ഇൻഫ്ലുവൻസറിനെ ഫോളോ ചെയ്യുന്നതിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് പ്രായമായ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ നാളുകളിൽ ഇത് കണ്ടിട്ട് നാളെ ഇത് കണ്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തേക്ക് വരും. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏത് പെൺകുട്ടിയാണ് പുറത്തോട്ട് വന്നത്? അന്നേരം ഇല്ല റിവ്യൂ പറയുന്നതും പറഞ്ഞിട്ട് ക്ലീവേജും കാണിച്ച് നടക്കുന്ന ഒരുത്തിയുണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞിട്ട്, അവളെ പറ്റി നിനക്ക് എന്താ പറയില്ലേ? അവരെ പറ്റി ഒന്നും പറയില്ലേ? നമ്മുടെ പാവപ്പെട്ട ചേച്ചി വെറും 150 രൂപയ്ക്ക് പാവത്തുങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. രേണുസുതിയെ മാത്രം വിറ്റ് കഞ്ഞി കുടിക്കുന്ന ഒരുത്തനാണ് ഗൈസ്. അവരുടെ രേണുസുതി ഇല്ലാത്ത കഞ്ഞി കുടിക്കാനുള്ള നീ ഇപ്പൊ സാറാണ് എന്തൊരു കേസ് പറഞ്ഞില്ലേ? ആ ഒരു പെൺകുട്ടി ഓൾറെഡി ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം സകലമാന പേർക്കും അറിയാം. രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഒരു പിക്ചർ ഉണ്ട്. വിധവയായ സ്ത്രീ, അല്ല പിക്ചർ എന്ന് പറഞ്ഞ വിധവയായ സ്ത്രീ 2 കുട്ടികൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. വിധവേദം പറഞ്ഞ അവര് വെള്ളത്താരി എടുത്ത് പാട്ടുപാടി നടക്കില്ലേ? അപ്പൊ അത് നിനക്കറിയാം. അപ്പൊ അത് അറിഞ്ഞു വെച്ചോണ്ട് അപ്പൊ നീ ചോദിക്കുന്നത് അവര് എന്ത് പിക്ചറാണ്? ആ പിക്ചർ നിനക്ക് അറിയാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അവര് നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അനന്ത് പറയുന്ന അല്ലല്ല അളിയ, അപ്പൊ നീ പറയുന്നത് ഇത് മാതൃകയാക്കണമെന്നാണോ? മാതൃകയാക്കണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ഇപ്പൊ എന്നാലും പരിപാടിയാണ്. അവര് ജീവിച്ചു പോട്ടറാ. എടാ നീ ഒരുമാതിരി മത്തായി പറഞ്ഞതും ശരി, എന്നാ ചാക്കോ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് നീ പറയാനി. നിനക്കറിയാം അവര് ചെയ്യുന്ന അപരാധമാണ്, ആ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണെന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ട്. ആ സാധനം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ലീക്കാക്കി, അത്രേ ഉള്ളൂ. അത് മോശമല്ലേടാ അത് ലീക്കാക്കുന്നത്? കഷ്ടമല്ലേടാ? അവര് ജീവിച്ചു പോട്ടറാ. അവന്റെ പോക്കറ്റ് അവൻ പൈസ കൊടുത്ത് മേടിച്ച് അവൻ വെളിയിലാക്കി. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാർ മണ്ടന്മാരാണോ അന്നേരം? അത് ചേച്ചിയുടെ വിഷമം നിങ്ങൾ കണ്ടില്ലേടാ ആ വീഡിയോക്കകത്ത്? എന്തൊരു വിഷമത്തോടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചേച്ചിക്ക് സങ്കടം, ഞാൻ ഒരു രീതിയിലുള്ള സങ്കടവും കാണുന്നില്ല ആ സബ്സ്ക്രിപ്ഷനിലെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക്. എന്റെ തൊലി ഉരിയുന്നല്ലാതെ ഞാൻ അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു സങ്കടവും കാണുന്നില്ല. നാട്ടുകാര് നല്ല രീതിയിൽ പറയാൻ സാധനം എന്നിട്ട് വിടുന്നില്ലല്ലോ, വീണ്ടും അത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. അതെ, എന്നാ പിന്നെ നാളെ തൊട്ട് ചേച്ചി കുളിച്ച് കുറിയും തൊട്ട് മറ്റേ പട്ടുസാരി എടുത്ത് വന്നിരുന്നിട്ട് പുസ്തകം തുറന്നു വെച്ച് നാമം ജപിക്കുക. അന്നേരം എത്ര സബ്സ്ക്രിപ്ഷൻ കാണിക്കൂടെ? നീ സബ്സ്ക്രിപ്ഷൻ എടുക്കുവോ? ഇൻസ്റ്റ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കാൻ? ഇവര് പറയുന്ന മക്കളെ നോക്കാനും വീട് നോക്കാനും കുടുംബം നോക്കാനും വേണ്ടിട്ടാ നടക്കുന്നത്. ഞാൻ അല്ലല്ല ഒരു മിനിറ്റ് അറിയാം. അവര് ബിഗ് ബോസ് പോകുന്നിടത്ത് എന്തോ പറഞ്ഞേ? ബിഗ് ബോസ് എടുത്തപ്പോ അവൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ വലിയ ഒരു മിനിറ്റ് അറിയാം. അവര് ബിഗ് ബോസിൽ പോകുന്നിടത്ത് എന്തോ പറഞ്ഞേ? വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് കെട്ടിയെടുക്കണേന്ന്. വിധവകൾ എല്ലാവർക്കും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി പരിപാടിയാണോ ചെയ്യുന്നത്? നിനക്ക് വിവരമുള്ള ബിവി ഇങ്ങനെ പറയാ. ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വിവരക്കേട് അടിക്കുന്നതിനാണ് നമ്മൾ പ്രതികരിച്ചത്. അത്രേ ഉള്ളൂ. അവർക്ക് അറിയത്തില്ല, അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നു. ഇങ്ങനല്ല സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യേണ്ടത് നമുക്ക് കാണിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. കൂടെ വേറൊരുത്തിന്റെ ഇരിപ്പുണ്ടല്ലോ, അവൻ എന്താണ് പറയാന്നുള്ളത് ചോദിച്ചേ. അവൻ ഇതിനെ ഒന്നാമത്തെ ഇതിനകത്ത് ഇവര് ഈ പൈസ കൊടുത്ത്, ഇപ്പൊ മനു ആണെങ്കിലും ശരി, പൈസ കൊടുത്തിട്ട് ഈ സാധനം എടുത്തിരിക്കുന്നത്. അതെ, പൈസ കൊടുത്തിരിക്കുന്ന സാധനം അവൻ എടുത്തൊന്ന് പുറത്തു വിടുന്നത്. ഇത് പൈസ കൊടുക്കാതെ ഹാക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നതിന് അർഹതയുണ്ട്. അപ്പൊ രേണു സുധിക്ക് അത് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ മനുവിന്റെ സാധനം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെ മനുവിനെ ഇനി പൈസ ചെയ്യാനായിട്ട് അനുവദിക്കരുത്.
അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ മാറി കിട്ടുമല്ലോ. ഇതിപ്പോ രേണുസുതിക്ക് വീഡിയോ ചെയ്യാൻ വേണം. ഇവ എത്ര കൊടുത്ത് 189 രൂപ കൊടുത്ത് ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ 189 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്ന് ഈ വീഡിയോ ഉണ്ട്. അപ്പൊ ഉച്ചയായപ്പോഴത്തേക്ക് അവന് തോന്നുന്നു എന്നാ എനിക്ക് ഒന്നുകൂടി വീഡിയോ ആണ്, എന്നാ ഞാൻ ഡിലീറ്റ് ചെയ്ത് അല്ല സേവ് ചെയ്തൊക്കെ വെച്ചാലോ, എനിക്ക് വീണ്ടും ഇത് കണ്ടുപിടി. ഈ സാധനം 199 രൂപ കൊടുക്കുന്നില്ല. ഇവന്റെ 199 രൂപ കൊടുക്കുന്നത് നേരത്തെ ഈ പറഞ്ഞ വിയർപ്പൊക്കെ ഒഴിക്കുണ്ടാക്കുന്ന പൈസ അല്ലേ. ആ 199 രൂപ ഇവ അതിനകത്ത് നിർത്തി കൊടുക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ പിന്നെ കാണണമെന്ന് തോന്നുന്നു. ചിലപ്പോ അവന് ഉറങ്ങുമ്പോ കാണണമെന്ന് തോന്നുന്നു, ചിലപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് കാണണമെന്ന് തോന്നുന്നു. ചേച്ചി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എടാ നീയൊക്കെ എന്തിനാണ് ലീക്ക് ചെയ്യുന്നത്? നിമ്മര് ഫോണിൽ വെച്ച് കണ്ടോ ചേച്ചി പെർമിഷൻ കൊടുക്കുക. എവിടെ വെച്ച് വേണമെങ്കിലും നീ ഫോണിൽ വെച്ച് കണ്ടോന്ന് പറയുക, മനസ്സിലായോ? അല്ല എവിടെ വെച്ച് വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയൊന്നും അല്ല. ചില പ്രത്യേക സ്ഥലത്തിരുന്ന് കാണാൻ പറ്റുന്ന വീഡിയോ. അതാ പറഞ്ഞേ ചേച്ചി, അതാ പറഞ്ഞേ. എന്നും പറഞ്ഞ് നീ യൂട്യൂബിലിട്ട് ചേച്ചി ഇങ്ങനെ നാറ്റിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു മനു. സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത് രേണു ചേച്ചിയായിട്ട് തന്നെ ആ സാധനം എടുത്താൽ കളയണം. അമ്മമാരും കാണാനായിട്ട് അനുവദിക്കരുത്. അതാണ് അവർക്ക് പറ്റുന്ന ഏക കാര്യം ഈ സാധനത്തിനകത്ത്. പിന്നെ ഇത് ലീക്ക് ആക്കുന്ന കാര്യം നമ്മൾ ഹാക്ക് ചെയ്തിട്ടല്ല. പൂട്ടിക്കാൻ നടക്കുവാണോ ഇപ്പൊ? ചേച്ചി പൂട്ടിക്കാൻ നടക്കുവാണോ? പൂട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാരും ഈ നാട്ടിൽ ജീവിക്കാനല്ലേ, അവരും ജീവിക്കട്ടെ. അവരിപ്പോ നേരത്തെ വീതി പറഞ്ഞില്ലേ, 2 പിള്ളേരെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ചാനല് സ്വന്തമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. കുടുംബം നോക്കാന്, അച്ഛൻ തങ്കച്ചനെ നോക്കാനായിട്ട് സ്വന്തമായിട്ട് വീട് മേടിക്കണം, കാറിന് പെട്രോൾ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ മാതൃകാപരമായ ഒരു സ്ത്രീയാണെന്ന് വായി കൊണ്ട് കാണിച്ചിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ മാതൃക അല്ലാതെ ഇവർ ഈ കാണിക്കുന്ന വീഡിയോസ് ഇപ്പൊ ഒരു 10ാം ക്ലാസ് 18 വയസ്സ് കഴിഞ്ഞ ഒരു പെങ്കൊച്ചിന് പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടാനായിട്ട് ഇപ്പൊ ഇതൊരു ചർച്ചയാണല്ലോ. ഈ 1,00,000 സംതിങ് രൂപ ഇവർക്ക് ഒരു ദിവസം കൊണ്ട് ഇത്ര കിട്ടിയെന്ന് അറിയല്ലോ. അപ്പൊ ഈ ഒരു 10 രൂപ ഉണ്ടാക്കാനായിട്ട് 10 രൂപ ഉണ്ടാക്കി ഇപ്പൊ പോക്കറ്റ് മണി കിട്ടാത്ത പിള്ളേരൊക്കെ കാണുമല്ലോ. അവര് ചിലപ്പോ ആലോചിക്കുന്നത് എന്നാ ഞാനൊന്ന് എക്സ്ക്ലൂസീവ് തുടങ്ങിയാലോ, ഞാനൊന്ന് അങ്ങനെ ചെയ്ത് നോക്കിയാലോ. അതൊരു നല്ല കാര്യമാണോ ആ സംഭവം? അല്ലല്ലോ. കാരണം അവർക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്ന് അവർ പുറത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇത്ര കിട്ടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന പിള്ളേർക്ക് അത് കാണുമ്പോഴത്തേക്കിനാ എന്നാ പിന്നെ ഞാനും ഒന്ന് ചെയ്ത് നോക്കാം, എനിക്കും അത്ര കാണിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാനും നീ ഒന്നും പ്രതിബദ്ധത വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. എനിക്കും അറിയാം, നിനക്കും അറിയാം. നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് പ്രതിബന്ധതയില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ തെറ്റായിട്ടൊരു സാധനം അല്ല അടിച്ചു കൊടുക്കുന്നത് നമുക്കൊരു ബോധമുണ്ട്. തെറ്റായിട്ടൊരു സാധനം അല്ല അടിച്ചു കൊടുക്കുന്നത്. വേറൊരു കാര്യം കൂടെ അത് പറയാണ്. ഇപ്പൊ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ആ കൂടി എടുത്തേക്കുന്ന 1222 പേരാണ്. അത്രയും പേര് ആ വീഡിയോ കാണുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ നീ പ്രതിബദ്ധതയുള്ള വിവി, പ്രതിബദ്ധതയുള്ള മനു, പ്രതിബദ്ധതയുള്ള ബിച്ചു ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ടാണ് ഈ ഒരു വീഡിയോ എത്തുന്നത്. അന്നേരം ഇത്രയും ഒരു വൈഡ് ഇത് ഓഡിയൻസിനെ കാണുമ്പോൾ അവര് ആ വീഡിയോ കണ്ടിട്ട് കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയോ ഇതിനകത്തൊരു സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോ തെറ്റിന് ഒരിക്കലും ആൾക്കാർ അതൊരു വഴിയാണ്. നമ്മളത് തെറ്റാണെന്നാ കാണിച്ചു കൊടുക്കുന്നത്. തെറ്റിനകത്താടെ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവും. ഇവിടെ ഇപ്പൊ തോക്കിനെ കുറിച്ച് ആൾക്കാർ റിവ്യൂ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ് എല്ലാരും പോയി തോക്ക് മേടിക്കാൻ നിൽക്കുവാണോ? കൊലപാതകത്തിന്റെ വാർത്ത എന്നും പറഞ്ഞ് കൊലപാതകം ചെയ്യാൻ പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ഇല്ലേ യൂട്യൂബിനകത്ത് എന്ന് പറഞ്ഞ നാളെ പിടിച്ചാലിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമോ? അന്നേരം അത്രേ ഉള്ളു. അത് തന്നെ നീ രേണു ചേച്ചി അങ്ങൊരു സാധനം ചെയ്തെന്ന് പറഞ്ഞ എല്ലാരും അങ്ങനെ ചെയ്യുന്നില്ല, നീ തന്നെ പറഞ്ഞില്ലയോ? അത്രേ ഉള്ളു. അതെ, ഞാൻ പറയാം. ഇന്ന് ഞാൻ അതെടുത്ത് പുറത്തിട്ടു. അല്ല, രേണുവിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ചില ഫോട്ടോസ് ഞാൻ പുറത്തു വിട്ടു. എന്നെ പോലെ വേറെ കുറെ പേരും പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇനി ഞാനത് റിയാക്ട് ചെയ്ത് അത് കുറെ ഓഡിയൻസിലേക്ക് പോകുന്നു, അത് ആൾക്കാർ കാണുമെന്നാണ് പറയുന്നത്. അപ്പൊ നാളെ ഒരു ദിവസം ഒരു പെൺകുട്ടി ഈ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേന് അവര് വിചാരിക്കും ഇവനെ പോലെ എവനെങ്കിലും ഇത് പുറത്തിടും എന്നൊരു പേടി കാണും. ഇപ്പൊ ഏതായാലും ഒരു പെൺകുട്ടി ഇത് പുറത്തിടുമ്പോഴത്തേന് എന്റെ അച്ഛൻ കാണല്, എന്റെ അച്ഛൻ കാണല്, എന്റെ മോൻ കാണല് എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അവര് ഇപ്പൊ ഈ തുമ്പി എന്ന് പറയുന്ന കുട്ടി ഈ സാധനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ നാട്ടുകാരെയും കസിൻസിനെ എല്ലാം ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ ഒരു പെൺകുട്ടി ഇതുപോലെ തുടങ്ങുമ്പോഴത്തേനും ഈ നാട്ടുകാരും വീട്ടുകാരും ബ്ലോക്ക് ആക്കി വെച്ചാലും അവരറിയും നമ്മളെ പോലുള്ള ഏതെങ്കിലും ഒരു ഇതെടുത്ത് പുറത്തിടും. ഇതൊക്കെ അവർ പേടിക്കും. തുമ്പ് ചെയ്താലും തുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രശാലം ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. അളിയ ഇവർക്കൊരു ഇമേജ് ഉണ്ട്, നിനക്കറിയാലോ അളിയ. ഇവര് ഫേക്ക് അതായത് അതല്ല, കുറെ ഭയങ്കര സംഭവമാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ സ്ത്രീ, എന്തിനാ അവരെ അങ്ങ് വെറുതെ വിട്ടൂടെ? ഈ പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ഒരു ഇമേജ് വെച്ചിട്ട് ഈ പ്രവൃത്തികൾ കാണിക്കുന്നത് എന്തിനാ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക. വേണ്ട സാധനം ചെയ്തോട്ട് ഒരു പ്രശ്നമില്ല. ഈ രേണുസുതിയുടെ
അൺഓതറൈസ്ഡ് PR ആണ് ഇതായിരിക്കുന്നവൻ. നീ വീഡിയോയിൽ നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ പകുതി അറിയോ? എനിക്ക് 100% ഉറപ്പാ ഈ നിന്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ കൂടി തന്നെ കാണാത്തവരും കൂടി ഇത് കാണും. അത് അല്ലേ ഇത് ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത് ഇതൊരു അപരാധം കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതല്ല. അപരാധം ഇഷ്ടപ്പെടുന്നവര്, രേണുസുതി ഇഷ്ടപ്പെടുന്നവര് മാത്രം ഇത് കണ്ടാൽ മതി എന്നാണ്. ഇതിന് മുമ്പ് ഞാൻ പുള്ളിക്കാരി ഹെയ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം ജസ്റ്റ് ഒരു 20,000-30,000 നമ്മുടെ തെറ്റാണോ? അത്രമേലത് കാണുന്നുണ്ട്. ഭയങ്കര സാമൂഹിക പ്രതിബദ്ധതകൾ. അവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നത് 75 പേരാ. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഇമാതിരി അപരാധം കാണാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. അളിയ ലാസ്റ്റ് ഇവരെ ഒരു എയർപോർട്ടിൽ വെച്ചപ്പോ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഇവര് എയർപോർട്ടിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇവർക്ക് സംഭവം പിടിയിട്ടില്ല. ഫാൻസിന്റെ സ്റ്റാറ്റസ് എനിക്കറിയാം, അത് കുഴപ്പമൊന്നുമില്ല, നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്. നീ അത് കേട്ട് വയ്ക്കണം. അത് പോട്ട് ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല ഇവർക്ക്. ആ വീഡിയോ ഉണ്ടായിരുന്നാ? ആഴ്ച 7 ആണോ 8 ആണോ? സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് അറിയത്തില്ല. എന്നിട്ട് എന്നോട് എനിക്ക് കമന്റ് ഇട്ടേക്ക് നീ വേണം മനസ്സിലാക്കിയാ മതി. സുധിചേട്ടന്റെ ഫോട്ടോ ഒക്കെ അങ്ങ് മാറ്റി സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴത്തേക്ക്. ഇത്രയും നാള് മാറ്റുണ്ടായിരുന്നു. സുധിചേട്ടന്റെ ഫോട്ടോ ഒക്കെ അങ്ങ് മാറ്റി. അയ്യോ കോമഡി ഉണ്ട്. അപ്പൊ ശരി, പോട്ടെ. അപ്പൊ ശരി, ബൈ. എല്ലായിടത്തും ടാറ്റ പറഞ്ഞത്. നമസ്കാരം. വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത, ചർച്ചയൊന്നും പറയുന്നതില്ല, വെറുതെ ഒരു കോൾ വിളിച്ച് സംസാരിച്ചതാണ്. ഓക്കെ, അടുത്ത എല്ലാവർക്കും വളരെ നന്ദി. ഇപ്പം ലാസ്റ്റ് നമ്മൾ ഈ ഒരു സംസാരത്തിൽ ഞാനെടുത്ത സ്റ്റാൻഡ് അവരെടുത്ത സ്റ്റാൻഡ് 2-2 സോ എന്ന് കരുതി ഞാൻ ഈ അപരാധത്തെ സപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഡിബേറ്റ് പോലെ നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. അന്നേരം ഓപ്പോസിറ്റ് സംസാരിക്കാൻ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, ഈ മാതിരി അപരാധത്തോട് എനിക്ക് താല്പര്യമില്ല. നമ്മളിതൊരു റോസ്റ്റ് മെന്റാലിറ്റി ചെയ്ത ഒരു വീഡിയോ ആണ് ഗൈസ്. ചേച്ചി അപരാധം കാണിക്കുന്നു, നമ്മൾ ആ അപരാധം എടുത്ത് അപരാധിച്ച് യൂട്യൂബിലിട്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നു. അല്ലാതെ ഇത് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത്. ഇതൊരു റോസ്റ്റ് വീഡിയോ ആയിട്ട് മാത്രം എടുത്താൽ മതി. സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വേറെ വീഡിയോ. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.